BMSന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയ ദിവസം സത്യത്തിൽ അതൊരു ആഘോഷമാക്കേണ്ടതായിരുന്നു. കയ്യിലൊരു ഡിഗ്രി ഉണ്ട്, പേരിന്റെ കൂടെ ചേർക്കാൻ ഒരു ഡോക്ടർ എന്നുള്ള ഒരു ടൈറ്റില്, പിന്നെ ഒരുപാട് പ്രതീക്ഷകളുടെ ഭാരം. പക്ഷെ ആ വിജയത്തിന്റെ സന്തോഷത്തിന് പകരം ഞാൻ അനുഭവിച്ചത് ആരും പറയാത്ത, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത ഒരു തരം എംപ്റ്റിനെസ് ആയിരുന്നു. എല്ലാം നേടിയെന്ന് എല്ലാവരും കരുതിയ ആ ഒരു ഒരു മൊമെന്റ് മുതലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എല്ലാം തികഞ്ഞു എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ വഴിതെറ്റിപ്പോയ പോലെയൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മൊത്തത്തിൽ കേൾക്കണം. ആസ് എ ആയുർവേദിക് ഡോക്ടർ, കോളേജിലെ ആ ഒരു കഴിഞ്ഞ ഒരു അഞ്ചഞ്ചര വർഷം ഓരോ പരീക്ഷയും ശരിക്ക് ഓരോ ടാർഗറ്റ് ആയിരുന്നു. പരീക്ഷ പാസ്സാകണം, ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യണം, രജിസ്ട്രേഷൻസ് കിട്ടണം, അങ്ങനെ ഓരോ ഓരോ കടമയും ചാടിക്കടന്ന് ഒരു ഓട്ടമായിരുന്നു. അവസാനം അതെല്ലാം കഴിഞ്ഞ് ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിൽ കിട്ടി. വീട്ടുകാരുടെയും ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഒക്കെ മുമ്പിൽ ഞാനൊരു ഡോക്ടറാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ ആരായിരുന്നു, ഇനി എന്ത് എന്നൊരു വലിയൊരു ചോദ്യം മാത്രമായിരുന്നു എൻ്റെ ബാക്കി ഉണ്ടായിരുന്നത്. ആദ്യത്തെ കുറച്ച് നാളൊക്കെ വളരെ ആഘോഷമായിരുന്നു, എൻജോയ്മെന്റ് ആയിരുന്നു. പക്ഷേ പതിയെ 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 ഞാൻ ആ റിയാലിറ്റി എന്നുള്ളത് എന്നെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി എന്ന് പറയാം. കൂടെ പഠിച്ച കുറെ പേര് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, ക്ലിനിക്ക് ഇട്ടു, കുറെ പേര് PGക്ക് എൻട്രൻസിനായിട്ട് പഠിക്കുന്നു, കുറച്ച് പേര് ജോലികളിൽ കയറുന്നു. എല്ലാവരും അവരവരുടെ വഴികൾ കണ്ടെത്തിയപ്പോൾ ഞാൻ മാത്രം ഒരു ഒരു ജംഗ്ഷനിൽ പെട്ടവരായിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ. കാരണം പാരമ്പര്യമുള്ളവർക്ക് ആ രീതി പോകുന്നു. ആയുർവേദം എന്നൊരു വലിയ ലോകത്ത് ഞാൻ എൻ്റെ സ്ഥാനം എവിടെയെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ഒരു ധൈര്യമില്ല, PG കിട്ടുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പില്ല. ആ ഒരു എംപ്റ്റിനെസ് മെല്ലെ 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 എന്നെ എന്താ പറയാ കാർന്ന് തിന്നാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. പുറമെ എല്ലാവരോടും നമ്മൾ ചിരിച്ച് സംസാരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. ഒരു BMS ഡോക്ടർക്ക് ക്ലിനിക്ക് ഇടുന്നതല്ലാതെ വേറെ എന്ത് പണിയാണ് കിട്ടാനുള്ളത് എന്ന് ചോദിച്ച് ഒരുപാട് റിലേറ്റീവ്സ് ഒരു സൈഡിലുണ്ട്. വേറൊരു വശത്ത് ഒപ്പം പഠിച്ച എഞ്ചിനീയറിംഗ് മറ്റു കോഴ്സുകളും കഴിഞ്ഞ ആളുകൾ, എൻ്റെ നല്ല കൂട്ടുകാർ കുറെ പേര് വലിയ വലിയ കമ്പനികളിൽ കയറുന്നു, ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അപഹർഷതാബോധം. എൻ്റെ ഡിഗ്രിക്ക് യാതൊരു വിലയും ഇല്ലെന്ന് വരെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയ ദിവസങ്ങളുണ്ടെന്ന് വേണം പറയാൻ. ആൻഡ് ദിവസം പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആയുർവേദത്തിനെ വല്ലാണ്ട് വാഴ്ത്തുന്ന കുറെ പോസ്റ്റുകൾ, അല്ലെങ്കിൽ അതിനെ വല്ലാണ്ട് പുച്ഛിക്കുന്ന കുറെ ആളുകൾ, ട്രോളുകൾ. ഇതിന്റെ ഇടയിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. നോൺ ക്ലിനിക്കൽ ഫീൽഡുകളെ കുറിച്ച് എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെ തുടങ്ങണം, ആരോട് ചോദിക്കണം, ഒന്നും അറിയില്ല. ഈ ഒരു അനിശ്ചിതാവസ്ഥ ശരിക്കും പറഞ്ഞാൽ എന്നെ വല്ലാണ്ട് ഒറ്റപ്പെടുത്തി എന്ന് വേണം പറയാൻ. ഞാൻ തിരഞ്ഞെടുത്ത വഴികൾ എപ്പോഴൊക്കെയോ തെറ്റിപ്പോയോ എന്ന് ആ ഒരു ചിന്ത പലപ്പോഴും എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഇതെന്റെ മാത്രം പ്രശ്നമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത് ഒരുപാട് BMS ഗ്രാജുവേറ്റ്സിന്റെ നിശബ്ദമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമായിരുന്നു. ഈ ഇരുട്ടില് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, നിമിഷം ഉണ്ടായിരുന്നു. എന്നെ പോലെ കഷ്ടപ്പെട്ട് അതിൽ സ്വന്തമായിട്ടൊരു ഒരു വഴി കണ്ടെത്തിയ ഒരുപാട് സീനിയേഴ്സിനെ ഞാൻ കാണാനും അവരുമായിട്ട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും, എൻ്റെ മെഡിക്കൽ ഓഫീസർ, ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ആ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്താണ് എനിക്കത് മനസ്സിലായത്. എൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ആ ഒരു കാലത്ത് കോവിഡ് ഒക്കെ വന്ന സമയത്തായിരുന്നു. അന്നാണ് ഞാൻ ശരിക്കും കാലത്തിനെ എങ്ങനെ ഇതുമായി ബന്ധിപ്പിക്കാം, ആയുർവേദത്തിനെ പുതിയ കാലത്തെ സാധ്യതകളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നതും ആ ഒരു ധാരണ ഉണ്ടായതും അങ്ങനെയാണ്. എനിക്ക് ആ ആശയക്കുഴപ്പമൊക്കെ മാറി ക്ലിയർ ആവാൻ, എൻ്റെ ധൈര്യം, എന്നെ ഒളിച്ചിരിക്കാതെ മുന്നോട്ട് വരാനും അതിനെ പ്രൊജക്റ്റ് ചെയ്യാനും അതിനെ വിസിബിൾ ആക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ശ്രമിക്കാനുമുള്ള ഒരു ധൈര്യം, ആ ഒരു തിരിച്ചറിവിലാണ് എനിക്കെല്ലാം മാറ്റിയത്. അന്ന് ഞാൻ കണ്ടെത്തിയ കുറെ വഴികൾ ഒരുപക്ഷെ നിങ്ങൾക്കും അത് വെളിച്ചമായേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊരു ധൈര്യമായിരുന്നു. ആദ്യമായിട്ട് സ്വയം കുറച്ച് സമയം നന്നായിട്ട് കൊടുക്കുക. നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു കുറച്ച് സമയം എല്ലാം ഒന്ന് സെറ്റ് ആവണം എന്നുള്ള ഒരു പിടിവാശി നമ്മൾ വിടുക. ആയുർവേദത്തിൽ ശരിക്കും നമ്മൾക്ക് എന്താണ് ഇഷ്ടമെന്ന് നമ്മൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം. ദ്രവ്യഗുണം ആണോ, അല്ലെങ്കിൽ ചികിത്സയാണോ, അതല്ല ഇനി ആളുകളുമായിട്ട് വെൽനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിച്ച് കംഫർട്ടബിൾ ആകാനാണോ, എന്താണ് നമ്മളുടെ താല്പര്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഇതിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ് എ ആയുർവേദിക് ഡോക്ടർ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്,
നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ ചിന്തിക്കുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് ഉണ്ട്, നിങ്ങളുടെ നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യുക. ഡോക്ടേഴ്സ്, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് തന്നെ വലിയൊരു ആശ്വാസം തരും. ക്ലിനിക്കൽ പ്രാക്ടീസ് മാത്രമല്ല, മെഡിക്കൽ സ്ക്രൈബിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, ഫാർമസി ഉണ്ട്, വെൽനസ് കോച്ചിങ്സ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വാതിലുകളുണ്ട്. ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പുതിയ കഴിവുകൾ, സ്കിൽസുകൾ നമ്മൾ അബ്സോർബ് ചെയ്യാനായിട്ട്, ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഒരു BAMS സിലബസിനപ്പുറത്ത് വലിയൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആവാം, അല്ലെങ്കിൽ അതൊരു പബ്ലിക് വർക്ക്ഷോപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആവാം. ഇപ്പൊ സൈക്കോളജി അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരുപാടുണ്ട്. കോസ്മെറ്റോളജി, ട്രൈക്കോളജി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കുന്ന ആളുകളുണ്ട്. അതായത് നിങ്ങളുടെ അറിവിനെ കൂട്ടുന്ന തരത്തിലുള്ള സ്കിൽസുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പുതിയ അറിവുകൾ നിങ്ങളുടെ കോൺഫിഡൻസ് വല്ലാണ്ട് കൂട്ടും. ആയുർവേദത്തിനെ ടെക്നോളജിയുമായി യോജിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ ഡോറാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ തുറക്കുക. അവസാനമായിട്ട് ചെറുതായി തുടങ്ങുക, ചെറിയ സ്റ്റെപ്പുകൾ പോവുക. ഒരു വലിയ ക്ലിനിക്ക് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കുന്നതിന് പകരമായിട്ട് ഒരു ചെറിയ ഓൺലൈൻ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവുകളൊക്കെ പങ്കുവെക്കുന്ന ഒരു ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ചുവടുകൾ മുന്നോട്ട് വെക്കുക. അങ്ങനെ മുമ്പോട്ട് വെക്കുമ്പം വലിയ ആ വഴികൾ തന്നെ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലൊരു എംഡിനെസ്സിലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും നിന്നിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന് എനിക്ക് കേൾക്കാനായിട്ട് അതിയായ ഒരു ആഗ്രഹമുണ്ട്. താഴെ കമന്റുകളിൽ അതൊന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അനുഭവം ഇപ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാൾക്ക് ചിലപ്പോൾ അതൊരു വെളിച്ചം കൊടുക്കും, ഡയറക്ഷൻസ് കൊടുക്കും. സോ BAMSന്റെ ഒരു ഗ്രാജുവേഷൻ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമ മാത്രമാണ്, ഒരു പുതിയ തുടക്കമാണ്. ഈ ആശയക്കുഴപ്പവും അൺസർട്ടനിറ്റിയും എംഡിനെസ്സും ഒക്കെ ഈ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. വഴിതെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, ചിലപ്പോൾ പുതിയ വഴികൾ കണ്ടെത്താനായിട്ടായിരിക്കും നമ്മൾ ആ വഴികൾ തെറ്റുന്നത്. വേണ്ടത് ഒരല്പം ധൈര്യമാണ്, കറേജ്. മുന്നോട്ട് വരാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും പഠിക്കാനും സഹായം ചോദിക്കാനും ആ കാണിക്കുന്ന ഒരു ധൈര്യം ഈ യാത്രയിൽ വിശ്വസിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ, see you on next video. Bye.